Hello students. So today we are going to see the topic piezoelectricity. ചില പ്രത്യേകതരം ക്രിസ്റ്റലുകളിൽ കാണുന്ന ഒരു ഫിനോമിനനാണ് പീസോഇലക്ട്രിസിറ്റി. എന്താണ് പീസോഇലക്ട്രിസിറ്റി? Some crystals such as quartz, Rochelle salt and tourmaline ഇത്തരത്തിലുള്ള ക്രിസ്റ്റലുകളിൽ നമ്മൾ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ, സ്ട്രെസ് എന്ന് വെച്ചാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ആവും. ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ ആ ക്രിസ്റ്റൽ പോളറൈസ്ഡ് ആവുന്നു. അങ്ങനെ പോളറൈസ്ഡ് ആവുന്ന ആ ക്രിസ്റ്റലുകളിൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ചാർജസ് അപ്പിയർ ചെയ്യും. ഇത്തരത്തിലുള്ള ക്രിസ്റ്റലുകളാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്. ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ക്വാർട്സ് ക്രിസ്റ്റൽ, ടൂർമലൈൻ ക്രിസ്റ്റൽ തുടങ്ങിയ ക്രിസ്റ്റലുകളിൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ആവും. ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം? അത്തരത്തിലുള്ള ക്രിസ്റ്റലുകൾ പോളറൈസ്ഡ് ആയി. സോ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ചാർജസ് അപ്പിയർ ചെയ്യും. ഇങ്ങനെയുള്ള ഫിനോമിനനാണ് പീസോ ഇലക്ട്രിസിറ്റി. സോ അവിടെ ഡെവലപ്പ് ചെയ്ത പോളറൈസേഷൻ is P and the expression is P equals to ZD plus epsilon 0 E chi, where Z is the stress, D is the piezoelectric strain constant, epsilon 0 is the permittivity, and E is the electric field, and chi is the dielectric susceptibility. ഇനി നമ്മൾ കാണുന്നത് സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ആവുന്നത്. So the occurrence of piezoelectricity is the result of displacement of ions in certain crystals under the effect of applied stress. അതായത് നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ക്രിസ്റ്റലിലുള്ള അയോൺസ് ഡിസ്പ്ലേസ്ഡ് ആവും. അങ്ങനെ അയോൺസ് ഡിസ്പ്ലേസ്ഡ് ആവുന്നത് വഴിയാണ് അവിടെ ഡൈപോൾ ഫോം ചെയ്യുന്നതും അങ്ങനെ ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ആവുന്നതും. സോ ഇൻ സച്ച് ക്രിസ്റ്റൽസ് the ions are so displaced that their charge distribution loses the original symmetry. അതായത് സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അയോൺസ് ഡിസ്പ്ലേസ്ഡ് ആവും. സോ അയോൺസ് ഡിസ്പ്ലേസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ആദ്യം അയോൺസ് ഉള്ള പൊസിഷനിലല്ല സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള അയോൺസിന്റെ പൊസിഷൻ. സോ അവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷന് ആദ്യം ഉണ്ടായ സിമെട്രി നഷ്ടപ്പെടും. So next we are going to see the requirement of a crystal to exhibit piezoelectricity. So the requirement is they should not possess an inversion center. Piezoelectricity കാണിക്കുന്ന ക്രിസ്റ്റലുകൾക്ക് ഇൻവേർഷൻ സെന്റർ എക്സിസ്റ്റ് ചെയ്യരുത്. So what is an inversion center? നമുക്ക് ഫസ്റ്റ് ഫിഗറിൽ കാണാം. It is an example of a crystal. First position is that the unstressed position. സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള പൊസിഷൻ ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോഴുള്ള പൊസിഷൻ ആണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. സോ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, ദാറ്റ് ഈസ് ഇൻ അൺസ്ട്രെസ്ഡ് പൊസിഷൻ, ദ പോളറൈസേഷൻ ഇസ് 0. പോളറൈസേഷൻ അവിടെ 0 ആണ്. ബിക്കോസ് അയോൺസ് ഒന്നും ഡിസ്പ്ലേസ് ചെയ്തിട്ടില്ല. സോ സ്ട്രെസ് അപ്ലൈ ചെയ്തതിനു ശേഷം എന്ത് സംഭവിച്ചു? നമുക്ക് കാണാം അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഫസ്റ്റത്തെ പൊസിഷനിൽ നിന്നും സെക്കൻഡത്തെ പൊസിഷനിൽ എത്തിയപ്പോൾ അവിടെ ചെറിയ വ്യത്യാസം നമുക്ക് കാണാം. സോ ഇൻ സ്ട്രെസ് പൊസിഷൻ ദി അയോൺസ് ആർ ഡിസ്പ്ലേസ്ഡ് സോ ദാറ്റ് dipole moment is induced and the net dipole moment per unit volume is the polarization. So polarization ഇവിടെ not equal to 0 ആണ്. In the next case,
നെക്സ്റ്റ് കേസിൽ കാണിച്ചിരിക്കുന്ന ക്രിസ്റ്റൽ അൺസ്ട്രെസ് പൊസിഷനിൽ പോളറൈസേഷൻ ഇസ് നോർമലി 0 ആൻഡ് വെൻ സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോഴേക്കും എന്ത് സംഭവിച്ചു? സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോഴേക്കും ദി അയോൺസ് ആർ ഡിസ്പ്ലേസ്ഡ്. പക്ഷേ അയോൺസ് ഡിസ്പ്ലേസ്ഡ് ആയെങ്കിലും സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന പൊസിഷനിൽ അതേ പൊസിഷനിലാണ് ഇപ്പോഴും അയോൺസ് ഉള്ളത്. സോ എഫക്റ്റീവ്ലി ദെയർ ദ പോളറൈസേഷൻ ഈസ് 0. നമുക്ക് രണ്ട് ഫിഗറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അറിയാം, the positive ion is intact in the same position and the negative ion is intact in the same position. So ഈ ഒരു ക്രിസ്റ്റലിന് ഇൻവേർഷൻ സിമെട്രി ഉള്ളത് കൊണ്ട് after applying stress also the ions are displaced but their positions are same. So here the polarization is equal to 0. So the requirement of a crystal to exhibit piezoelectricity is that they should not possess an inversion center. So inversion center exist ചെയ്യാത്ത ക്രിസ്റ്റലുകളാണ് ഈ ഒരു ഫിനോമിനൻ കാണിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ക്വാർട്സ് ക്രിസ്റ്റൽ, ടൂർമാലിൻ ക്രിസ്റ്റൽ ആൻഡ് റോഷെൽ ക്രിസ്റ്റൽ. സോ ദ ഫസ്റ്റ് ക്രിസ്റ്റൽ, നമ്മൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ക്രിസ്റ്റലാണ് പീസോ ഇലക്ട്രിസിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പീസോ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാം. ദി ഫസ്റ്റ് പ്രോബ്ലം ഈസ് dielectric constant of water is 78. What is the electrical permittivity? So dielectric constant എന്ന് പറയുന്നത് എപ്സിലോൺ ആർ. എപ്സിലോൺ ആർ 78 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റി, ദാറ്റ് ഈസ് എപ്സിലോൺ. So we know the relation epsilon equals to epsilon 0 into epsilon r. So epsilon 0 is the 8.85 into 10 raised to minus 12 ആണ് അതിന്റെ വാല്യൂ. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ദി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ 78 എന്ന് തന്നിട്ടുണ്ട്. So we can find the electrical permittivity. So this is a very easy problem. So the next problem is the dielectric constant of a medium is 4. Again epsilon r 4 ആണ് തന്നിട്ടുണ്ട്. The electric field is 10 raised to 6. So E is 10 raised to 6. കണ്ടുപിടിക്കേണ്ടത് electric displacement vector and polarization. So electric displacement vectorന്റെ equation ആണ് D equals to epsilon E, where epsilon is the electrical permittivity into E. So epsilon equation നമുക്കറിയാം, epsilon is epsilon 0 into epsilon r. So substitute ചെയ്തു into E. So ഇവിടെ നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂസ് അറിയാം. എപ്സിലോൺ 0ന്റെ വാല്യൂ അറിയാം, എപ്സിലോൺ ആറിന്റെ വാല്യൂ അറിയാം, ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ അറിയാം. സോ ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ. സോ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പോളറൈസേഷൻ ആണ്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്ററിന്റെ ഇക്വേഷൻ നമുക്കറിയാം, D equals to P plus epsilon 0 E. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്ററിന് രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് D equals to epsilon E and the second one is D equals to P plus epsilon 0 E. From that polarization നമുക്ക് എഴുതാം, polarization equals to D minus epsilon 0 E. So D is the electric displacement vector. So D ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? D equals to epsilon E ആണ്. എപ്സിലോണിന് പകരം epsilon 0 into epsilon r into E minus epsilon 0 E. So രണ്ട് ടേമിലും epsilon 0 E കോമൺ ആണ്. We can take it outside. So ബ്രാക്കറ്റിന്റെ ഉള്ളിൽ epsilon r minus 1. So ഇവിടെ നമുക്ക് epsilon 0ന്റെ വാല്യൂ അറിയാം, ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ അറിയാം, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആറിന്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് we get the value for polarization and the unit is coulomb per meter square.
Next problem, find the magnitude of the electric displacement vector and polarization for a dielectric material which is in the field of 0.15 into 10 raised to 6 volt per meter and susceptibility chi equals to 4.25. So ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും പോളറൈസേഷനുമാണ്. So we know the formula D equals to epsilon E. Epsilon പകരം epsilon 0 into epsilon R into E. So epsilon 0 നമ്മൾ എഴുതി. Epsilon R is the dielectric constant. നമുക്കിവിടെ epsilon R ന്റെ വാല്യൂ തന്നിട്ടില്ല. അതിന് പകരം തന്നിരിക്കുന്ന വാല്യൂ ആണ് സസെപ്റ്റബിലിറ്റി. സോ നമുക്കറിയാവുന്ന റിലേഷൻ ആണ് the dielectric constant epsilon R equals to 1 plus chi. So epsilon R ന് പകരം നമുക്ക് 1 plus chi substitute ചെയ്യാം. So epsilon 0 അതുപോലെ എഴുതി. epsilon R ന് പകരം 1 plus chi into the electric field. ഇവിടെ നമുക്ക് epsilon 0 ന്റെ വാല്യൂ അറിയാം. Susceptibility തന്നിട്ടുണ്ട്, electric field തന്നിട്ടുണ്ട്. So we can easily find the electric displacement vector. ഇനി കണ്ടുപിടിക്കേണ്ടത് പോളറൈസേഷൻ ആണ്. So polarization equation ആണ് P equals to epsilon 0 chi E. ഇവിടെ epsilon 0 അറിയാം, chi susceptibility തന്നിട്ടുണ്ട് and electric field തന്നിട്ടുണ്ട്. So ഇവിടെ polarization നമുക്ക് കണ്ടുപിടിക്കാം. So 3 പ്രോബ്ലംസ് ആണ് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഡയറക്റ്റ് ഫോർമുലാസ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫോർമുലാസും പഠിച്ചു വയ്ക്കുക. And we will see in the next class. Thank you for listening.